സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ ബിജെപി കൌൺസിലർ അറസ്റ്റിൽ. ബി.ജി. ഗിരികുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പി.ടി.പി. നഗർ വാർഡ് കൌൺസിലറാണ് ഗിരികുമാർ. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ഒരറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. മൂന്നാമത്തെ അറസ്റ്റാണ് കേസിൽ. വിവരങ്ങൾ എന്തൊക്കെയാണ്? കേസിൽ മൂന്നാമത്തെ അറസ്റ്റാണ്. നേരത്തെ കൃഷ്ണകുമാർ, ശബരി എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ ഗിരികുമാറിന്റേത്. ഗിരികുമാർ ബി.ജെ.പി. വാർഡ് കൌൺസിലർ, ബി.ജെ.പിയുടെ തന്നെ കോർപ്പറേഷന്റെ വാർഡ് കൌൺസിലറാണ്, പി.ടി.പി. വാർഡിലെ കൌൺസിലറാണ്. മുൻ ഭരണസമിതിയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇത്തരത്തിൽ ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ്. കൂടാതെ ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ്. ഈ ഗിരികുമാറിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ കനത്ത സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധവുമായി എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2018 അതായത് ഇപ്പോൾ സംഭവം നടന്നിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2018 ആണ് സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കുന്നത്. ആശ്രമം കത്തിച്ച നിലയിൽ അന്ന് ആ സമയത്ത് വളരെ ദീർഘകാലം കേസുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെന്റും ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിന് കേസ് വിടുന്നത്. ഇതിനിടെയാണ് പ്രകാശ് എന്ന ബി.ജെ.പി. പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം പ്രകാശിന്റെ സഹോദരൻ പ്രശാന്താണ് ഈ ആശ്രമം കത്തിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അതിന് ഗൂഢാലോചന നടത്തിയതും കത്തിച്ചതുമെല്ലാം ബി.ജെ.പി. പ്രവർത്തകരാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ആദ്യം നടത്തുന്നത്. അതിനുശേഷമാണ് കേസിന് വഴിത്തിരിവുണ്ടാകുന്നത്. അതിനുശേഷമാണ് ബി.ജെ.പി. പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നുള്ള വിവരം വരികയും അതിനുശേഷമാണ് അറസ്റ്റുകളെല്ലാം നടക്കുകയും ചെയ്യുന്നത്. ഇന്ന് തന്നെയാണ് ശബരിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയത്. ശബരി തിരുമല സ്വദേശിയാണ്. എന്തായാലും ഗിരി തിരുവനന്തപുരം ജില്ലയിലെ ബി.ജെ.പിയുടെ പ്രമുഖ നേതാവായതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഒരു പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ട് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രേണുക, ഇതിൽ ഇപ്പോൾ ബി.ജെ.പി. കൌൺസിലറുടെ ഈ കേസിലെ പങ്കാളിത്തം സംബന്ധിച്ച് എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ അത്തരത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ഗിരി നേരിട്ട് ആശ്രമം കത്തിക്കുന്നതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഗിരിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മറ്റുള്ളവർ ഈ ആശ്രമം കത്തിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോയത് എന്നാണ് ലഭിച്ച മൊഴി. ഇപ്പോൾ അറസ്റ്റിലായ കൃഷ്ണകുമാർ, ശബരി എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗിരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ഗിരിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഹാജരാക്കുന്നതോടുകൂടി ഗിരിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരം ലഭിക്കുകയും ചെയ്യും. എന്തായാലും നേരിട്ട് ആശ്രമം കത്തിക്കുന്നതിൽ ഗിരികുമാർ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഗിരിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആശ്രമം കത്തിക്കൽ നടപടിയിലേക്ക് കടന്നത്, അല്ലെങ്കിൽ അത്തരമൊരു അക്രമ പ്രവർത്തനത്തിലേക്ക് കടന്നത് എന്നാണ് അറസ്റ്റിലായ ബി.ജെ.പി. പ്രവർത്തകർ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഉമേഷ്, 2018 ഉണ്ടായ സംഭവമാണ്. അതിനുശേഷം കേസന്വേഷണം ഒരു ഘട്ടത്തിൽ എങ്ങും എത്താത്ത നിലയിലായിരുന്നു. പിന്നീടുണ്ടായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ നിലയിലേക്ക് കേസിനെ എത്തിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 4-ലധികം പേർ അറസ്റ്റിലായിരിക്കുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് ഇതിൽ ഉൾപ്പെട്ടവരെ എല്ലാം വലയിലാക്കാൻ അന്വേഷണ സംഘത്തിന്, ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യങ്ങൾ ഇനിയും അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം 2 പേരല്ല, കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ആശ്രമം കത്തിക്കലും അക്രമ സംഭവങ്ങളിലും പങ്കെടുത്തു എന്നാണ് വിവരം. പക്ഷേ ഇതെങ്ങനെ ആസൂത്രണം ചെയ്തു? ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, അതായത് സ്വാഭാവികമായി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും മറ്റുമായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കുന്ന നടപടിയിലേക്ക് കടന്നത്. അതിന് പിന്നിൽ ഇത്തരത്തിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താത്തത് കൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ സർക്കാരിന് നേരെ, ഒരു ഘട്ടത്തിൽ സർക്കാർ വൃത്തങ്ങൾ തന്നെ ഇത് ചെയ്തു എന്ന തരത്തിലെല്ലാം ബി.ജെ.പി. യു.ഡി.എഫ്. ക്യാമ്പുകൾ പ്രചരിപ്പിച്ചിരുന്നു. ആ പ്രചരണങ്ങളെല്ലാം അതിജീവിച്ച് ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലായിരുന്നു, ക്രൈംബ്രാഞ്ചിന് വിട്ടെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടാകാതിരുന്ന ഘട്ടത്തിലായിരുന്നു പ്രകാശ്, അതായത് ഈ ആശ്രമത്തിനോട് സമീപത്ത് തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് പ്രകാശ് ആത്മഹത്യ ചെയ്യുന്നത്. പ്രകാശിന്റെ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി പ്രകാശിന്റെ സഹോദരൻ പ്രശാന്ത് രംഗത്തെത്തുന്നത്. പ്രശാന്ത് രംഗത്തെത്തിയതോടുകൂടിയാണ്, പ്രശാന്താണ് ആദ്യമായി വെളിപ്പെടുത്തുന്നത്, സന്ദീപ് ആനന്ദഗിരി ആശ്രമം കത്തിക്കുന്നത് പ്രകാശ് കൂടി ഉൾപ്പെട്ടാണ്, അതായത് മരിച്ചുപോയ പ്രകാശ് കൂടി ഉൾപ്പെടുകയും അത് ബി.ജെ.പി. പ്രവർത്തകരുടെയും ബി.ജെ.പി. നേതാക്കളുടെയും നിർദ്ദേശം അതിനുണ്ടായിരുന്നു എന്നുള്ള വിവരമെല്ലാം പുറത്തു വരുന്നത്. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് ഏറ്റവും നിർണായകമായ മൊഴി ലഭിക്കുന്നത്. തുടർന്ന് പ്രശാന്തിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ അറസ്റ്റുകളിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ ബി.ജെ.പി. ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. അവർ മാർച്ചുമായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് വൈകിട്ട്
കൂടി തന്നെ നേരിട്ട് കോടതിയിൽ ഗിരികുമാറിനെ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായിരിക്കും. ഇതിപ്പോൾ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെ ഉണ്ടായ തടിച്ചുകൂടിയ BJP പ്രവർത്തകർ നടത്തുന്ന ഒരു പ്രതിഷേധമാണ്. പക്ഷേ ഗിരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗിരികുമാർ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും സുപ്രധാനമായ BJP നേതാക്കൾ ഒരാളാണ്. മുൻ പ്രതിപക്ഷ നേതാവാണ്. കോർപ്പറേഷനിലെ മുൻ പ്രതിപക്ഷ നേതാവ് VK പ്രശാന്ത് മേയറായിരുന്ന കാലഘട്ടത്തിലെ പ്രതിപക്ഷ നേതാവാണ് ഗിരി. RSSൽ അടക്കം പ്രവർത്തിച്ച് ദീർഘകാലത്തെ പ്രവൃത്തി പരിചയവുമുണ്ട്. ഈ രീതിയിൽ പ്രമുഖനായ നേതാവ് കൂടിയാണ് ഗിരിയുടെ അറസ്റ്റാണ് ഇന്നിപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ BJP നേതാക്കളടക്കമുള്ളവർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിഷേധം റോഡിലേക്ക് പോകുകയാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസ് കടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് മാർച്ച് ആദ്യം പറഞ്ഞത്. പക്ഷേ ക്രൈംബ്രാഞ്ച് ഓഫീസ് കടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നിർണായകമായ തെളിവ് നിർണായക തെളിവും നിർണായകമായ മൊഴിയും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്നാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രമുഖ നേതാവായിട്ട് പോലും അറസ്റ്റിലേക്ക് കടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിന് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ശക്തമായ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ BJPയുടെ പ്രതിഷേധമാണല്ലോ ഉമേഷ്. അവരെന്താണ് ആരോപിക്കുന്നത്? ഇത് കുടുക്കിയതാണെന്നോ? എന്താണ് ക്രൈംബ്രാഞ്ചിനെതിരായ BJPയുടെ ആരോപണം ഈ അറസ്റ്റിൽ? തീർച്ചയായും കേസ് നേരത്തെ പ്രശാന്തിന്റെ, അതായത് പ്രകാശിന്റെ സഹോദരന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ തന്നെ ഇത് ആസൂത്രിതമാണ്, പോലീസ് ആസൂത്രിതമായി ചെയ്യുന്നതാണ്, ക്രൈംബ്രാഞ്ച് ആസൂത്രിതമായി കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കഥ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതേ ആരോപണം തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് കെട്ടിച്ചമച്ചതാണ് ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഈ അറസ്റ്റ് കഥ എന്നാണ് BJP ആരോപണം. BJP കൌൺസിലറുടെ അറസ്റ്റിൽ BJP പ്രതിഷേധിക്കുന്നു. എന്തായാലും രാഷ്ട്രീയമായൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇടയാക്കിയ ഒരു കേസാണ്. അതിലാണ് ഇപ്പോൾ ഒരു നിർണായക അറസ്റ്റ് ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം കടുത്തുരുത്തിയിൽ സൈബർ ആക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി അരുൺ കോയമ്പത്തൂരിൽ ഒളിവിലെന്ന് സൂചന. അരുൺ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കോയമ്പത്തൂരിൽ നിന്നെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഒരു പെൺകുട്ടിക്കും ഈ സ്ഥിതി ഉണ്ടാകരുതെന്ന് ആതിരയുടെ